welcome back to my channel, your online teacher Malayalam. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു അക്കൗണ്ടൻസിയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും ഒക്കെ നമ്മൾ ചെയ്ത പോലെ ഇംഗ്ലീഷിൻ്റെ ഒരു മെഗാ റിവിഷൻ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റ് വന്നിരുന്നു. അതുകൊണ്ടാണ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. 80-ൽ നിങ്ങൾക്ക് 70 മാർക്കും സ്കോർ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ഡിസ്കോഴ്സസും നമ്മളിതിൽ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. പക്ഷെ എല്ലാം തന്നെ കാണാൻ എല്ലാം തന്നെ ഇതെല്ലാം തന്നെ എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ കൂടുതലൊന്നും ഇനി ചോദിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഷുവറായിട്ട് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്കിലൂടെയും കമൻസിലൂടെയും എല്ലാം സപ്പോർട്ട് അറിയിക്കുക. ഒരുപാട് പേര് നല്ല രീതിയിലുള്ള കമൻസ് നമുക്ക് ഡെയിലി കമൻറ്റ് ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുന്നുണ്ട്. ഒരുപാട് താങ്ക്സ്. ഇതുപോലെ തന്നെ ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം 80-ൽ 70 മാർക്ക് നമുക്ക് കിട്ടണമല്ലോ. അതിലൊരു 10 മാർക്ക് ഗ്രാമറിനും പോകും. അപ്പോൾ ഗ്രാമറിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി നോക്കാം. ഇനി ബാക്കി 70 മാർക്കിനുള്ള കാര്യങ്ങൾ നമ്മളിതിൽ നോക്കുന്നത് ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും നോക്കുന്നുണ്ട്. Then email, speech, profile, debate, interview, notice, job application with a resume, telephonic conversation, live TV report, narration, travel essay, travelogue, travel brochure, travel info, newspaper article, seminar report or program report, pressy writing, appreciation, character sketch, note making, write a paragraph writing, short essay. ഇത്രയും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ മതിയില്ല. ഒരുപാട് വീഡിയോസായിട്ട് കണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എല്ലാം കൂടി ഒരു വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഫ്രണ്ട്സിനെല്ലാം നിങ്ങളിത് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ആദ്യത്തെ നമുക്ക് നോക്കാം. ലെറ്റർ ആണ് നോക്കുന്നത്. ലെറ്റർ 2 ടൈപ്പാണുള്ളത്, ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും. ക്വസ്റ്റ്യൻ എന്തോ ആയിക്കോട്ടെ, നമ്മളതിൻ്റെ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്കൊരു ഇപ്പോൾ 4 മാർക്കിൽ 2 മാർക്ക് ഫോർമാറ്റ് കൃത്യമാണെങ്കിൽ തന്നെ കിട്ടും. അതുകൊണ്ട് എല്ലാത്തിനും ഫോർമാറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മളൊരു പൊസിഷനിലുള്ള ഒരാൾക്ക് ഫോർമലി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളിന്, അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർക്ക്, അതുമല്ല എന്നുണ്ടെങ്കിൽ ടീച്ചർക്ക്, അങ്ങനെ ഒരു ഫോർമാലിറ്റിയുടെ ബേസിസിൽ നമ്മൾ അയക്കുന്ന ലെറ്ററാണ് ഫോർമൽ ലെറ്റർ. സോ ഓഫ് കോഴ്സ് അതിലൊരു ഫ്രം അഡ്രസ്സ് ഉണ്ടാകണം, അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഉണ്ടായിരിക്കണം, അത് കഴിഞ്ഞിട്ട് ടു അഡ്രസ്സ് ഉണ്ടായിരിക്കണം, അത് കഴിഞ്ഞിട്ട് ഒരു സല്യൂട്ടേഷൻ വേണം, ഡിയർ സർ ഓർ ഡിയർ മേഡം എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ സബ്ജക്റ്റ് കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ലെറ്ററിലേക്ക് കടക്കാൻ. ഫോർമൽ ലെറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ഒരുപാട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഭയങ്കരമായിട്ട് കുത്തി നിറച്ചൊന്നും എഴുതരുത്. 3 പാരഗ്രാഫ്സ് ആക്കി തിരിച്ചിട്ട് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട്, മിക്കവാറും നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഫോർമൽ ലെറ്റേഴ്സ് എഴുതുക. സോ എന്താണ് പ്രോബ്ലം എന്ന് ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതാം. ദെൻ അതിനെ നമുക്ക് തടയാൻ അല്ലെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മുടെ സജഷൻസ് 2ാമത്തെ പാരഗ്രാഫിൽ എഴുതാം. 3ാമത്തെ പാരഗ്രാഫിൽ സർ ഇതിന് തക്കമായിട്ടുള്ള നടപടികളെല്ലാം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലെറ്റർ ക്ലോസ് ചെയ്യുക. ദെൻ ലാസ്റ്റ് യുവേഴ്സ് ട്രൂലി ഓർ യുവേഴ്സ് സിൻസിയർലി, അത് കഴിഞ്ഞിട്ട് എന്താണ് ആ ഒരു SD എന്ന് പറഞ്ഞ സിഗ്നേച്ചറും കൂടി ഇട്ടിട്ട് വേണം ആ ഒരു ഫോർമൽ ലെറ്റർ തീർക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഫോർമാറ്റ് കാണിച്ചു തരാം. ഇതാ ഇവിടെ നോക്കാം. മേയർക്ക് അയക്കുന്ന ഒരു കത്താണ് ആ ഒരു പ്രദേശത്തെ വാട്ടർ ലോഗിങ്ങുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഫ്രം അഡ്രസ്സ് വെച്ചിട്ടുണ്ട്, അതിനുശേഷം ഡേറ്റ് ഉണ്ട്, അതിനുശേഷം ടു അഡ്രസ്സ്, ആർക്കാണെന്നുള്ള 2 അഡ്രസ്സ് ഇതിൽ തന്നിട്ടുണ്ട്, നമ്മൾ കൊടുക്കണം. അത് കഴിഞ്ഞ് സല്യൂട്ടേഷൻ കൊടുത്തു, സബ്ജക്റ്റ് എഴുതി, കംപ്ലയിൻറ്റ് റിഗാർഡിംഗ് ദ പ്രോബ്ലം ഓഫ് വാട്ടർ ലോഗിങ്. അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ എഴുതി. ഇവിടെ ഒരൊറ്റ പാരഗ്രാഫായിട്ടാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇങ്ങനെയല്ല എഴുതേണ്ടത്, 3 പാരഗ്രാഫ്സ് ആക്കി വേണം എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ താങ്കിങ് യു അല്ലെങ്കിൽ യുവേഴ്സ് സിൻസിയർലി ആ ഒരു SD കൂടി ചേർത്തിട്ട് എഴുതാം. ഓക്കെ, പിന്നെ പ്രത്യേകം പറയാനുള്ള കാര്യം, നിങ്ങൾ നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ എക്സാംസ് എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കി പോവാം. മോഡൽ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, ഫോർമൽ ലെറ്റർ. അത് ഇതല്ലായിരുന്നു, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനെറ്റ് യൂസ് ബൈ ചിൽഡ്രൻ. അതുമായി ബന്ധപ്പെട്ട് ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർക്ക് എഴുതുന്ന ലെറ്റർ ആയിരുന്നു. 2, അതേപോലെ തന്നെ ഡേറ്റ്, ഫ്രം, ദെൻ സർ കൊടുത്തു, ദെൻ സബ്ജക്റ്റ് കൊടുത്തു. നമ്മളത് 3 പാരഗ്രാഫ്സ് ആക്കി എഴുതി. അപ്പോൾ ഇങ്ങനെ വേണം ഫോർമൽ ലെറ്റർ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഏത് ടോപ്പിക്കായിരിക്കും ചോദിക്കുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്ത് ചോദിച്ചാലും ഫോർമാറ്റ് കറക്റ്റ് ആക്കിയാൽ തന്നെ നമുക്ക് പകുതി മാർക്ക് അവിടെ ഉണ്ട്. ദെൻ നമ്മൾ എഴുതിയേക്കുന്നു നല്ല ലാംഗ്വേജിൽ, നല്ല വൃത്തിക്ക്, നല്ല ഭംഗിയോടുകൂടിയാണെങ്കിൽ ബാക്കി ഫുൾ മാർക്ക് നമുക്ക് അവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ ഫോർമൽ ലെറ്ററിൽ ശ്രദ്ധിക്കുക. അടുത്തതാണ് ഇൻഫോർമൽ ലെറ്റർ.
ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ എഴുതുന്നതാണ്. പ്രത്യേകിച്ച് ഫോർമാലിറ്റി ഒന്നും നമുക്ക് അവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഫ്രം അഡ്രസ്സ്, നമ്മുടെ ഫ്രം അഡ്രസ്സ് ഇവിടെ വച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഡിയർ മാഗി എന്ന് പറഞ്ഞിട്ട് ഒരു സല്യൂട്ടേഷൻ നമ്മൾ കൊടുത്തേക്കുന്നു. ദെൻ ടു അഡ്രസ്സ് വേണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ ഇത് 3 പാരഗ്രാഫ്സ് ആക്കി തിരിക്കുക. ആദ്യത്തെ പാരഗ്രാഫിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹായ് ഹൗ ആർ യു, ഹോപ്പ് യുവർ ഫാമിലി ഈസ് ഡൂയിങ് ഗുഡ്, നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശേഷം തിരക്കില്ലേ, അത് വേണം ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതാൻ. രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ എഴുതാം. ഇതെന്ന് പറയുമ്പോൾ ഫ്രാങ്കിൻ്റെ ഗ്രേവിൽ ചെന്നതിന് ശേഷം മിസ്റ്റർ ഗുപ്ത മാഗിക്ക് എഴുതുന്ന ഒരു കത്താണ്. അപ്പം ഗുപ്ത പറയാണ്, ഞാനിങ്ങനെ ബ്രദറിൻ്റെ ഗ്രേവിൽ ചെന്നിരുന്നു, നീ തന്നിരുന്ന ഷില്ലിങ്സ് വെച്ചിട്ട് ഞാൻ ഫ്ലവേഴ്സ് വാങ്ങി ഗ്രേവിൽ വെച്ചിട്ടുണ്ട്, നിൻ്റെ ഫാമിലിക്കും ബ്രദറിനും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിക് എന്താണോ അതിനെ പറ്റിയിട്ട് എഴുതാം. ദെൻ ലാസ്റ്റ് പാരഗ്രാഫ്സ് ആയിട്ട് ക്ലോസിങ് പാരഗ്രാഫായിട്ട് എഴുതേണ്ടത് കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ, മോർ വെൻ വി മീറ്റ്, അല്ലെങ്കിൽ എന്താണ് എക്സ്പെക്റ്റിംഗ് യുവർ റിപ്ലൈ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 3ാമത്തെ പാരഗ്രാഫിൽ അത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ എഴുതണം എന്നില്ല കേട്ടോ, ഈ ഒരു സൈഡിലേക്ക് തന്നെ നമുക്ക് യുവേഴ്സ് ലവിംഗ്ലി ഗുപ്ത എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതായത് എല്ലാം നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതാം, അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഡേറ്റ് എല്ലാം ഇതിൻ്റെ താഴെ എഴുതിയാൽ മതി, ഇങ്ങോട്ടേക്ക് എഴുതണ്ട. അതായത് നമ്മൾ ഫ്രം അഡ്രസ്സ് വച്ചതിന് ശേഷം മാത്രം ഡേറ്റ് ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ വേറൊരു ഇത് തന്നിട്ടുണ്ട്, വേറൊരു ക്വസ്റ്റ്യൻ. അത് ഇതേപോലെ ഫ്രം അഡ്രസ്സ് വയ്ക്കുന്നു, ഡേറ്റ് വയ്ക്കുന്നു, എന്നിട്ട് ഡിയർ എന്ന് പറഞ്ഞ് എഴുതുന്നു. ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വിളിക്കുന്നതാണ്. അത് 3 പാരഗ്രാഫ്സ് ആക്കി തിരിച്ചെഴുതുക. ലാസ്റ്റ് വെയിറ്റിംഗ് യുവർ റിപ്ലൈ അല്ലെങ്കിൽ കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും. ഓക്കെ, ടോപ്പിക് എന്ത് വന്നാലും നിങ്ങൾ ഈ ഫോർമാറ്റ് അനുസരിച്ച് നിങ്ങളുടെ ലാംഗ്വേജും കൂടി ഡെവലപ്പ് ചെയ്ത് എഴുതാം. അടുത്തതാണ് മറ്റൊരു ഷോർ ക്വസ്റ്റ്യൻ, 5 മാർക്കിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇമെയിലും ലെറ്ററും നമ്മൾ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇമെയിൽ എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോണിക്കലി സെൻഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഫോർമാറ്റിലും ഈ പറഞ്ഞതുപോലെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് അവിടെയും 5 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നേച്ചർ ക്ലബ്ബ് ഡിസാസ്റ്റർ പ്രിവെൻഷൻ എന്നൊരു ടോപ്പിക്കിൽ സെമിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണ് ആ ഒരു ക്ലബിൻ്റെ സെക്രട്ടറി. അപ്പോൾ അതിലേക്ക് ഒരു ഉന്നതനായ വ്യക്തിയെ, ഒരു എൻവയോൺമെൻറ്റലിസ്റ്റിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഉള്ളവർക്ക് നമ്മൾ ഇന്നത്തെ കാലത്ത് ഇമെയിലാണല്ലോ അയക്കുന്നത്. അപ്പോൾ അത് ഇമെയിൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ വേണം. ആദ്യം തന്നെ 2 എഴുതണം. നമ്മൾ മെയിൽ അയക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമല്ലോ, 2CC BCC എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ 2 ആരാണോ അയാളുടെ ഇമെയിൽ ID കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം കേട്ടോ. CC എന്ന് പറഞ്ഞ് എഴുതാം, then അവിടെ ഒന്നും കൊടുക്കണ്ട. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കൊടുക്കുക, സബ് എന്തിനെ പറ്റിയിട്ടാണോ, സെമിനാർ ഓൺ ഡിസാസ്റ്റർ പ്രിവെൻഷൻ. ദെൻ സർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലെറ്റർ എഴുതില്ലേ 3 പാരഗ്രാഫാക്കി, അതുപോലെ തന്നെ ഇമെയിലും എഴുതാം. വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഈ മുകളിൽ വരുന്ന ഈ ഒരു ഫോമാറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. 3 പാരഗ്രാഫ്സ് ആക്കിയിട്ട് ലെറ്റർ എഴുതുമ്പോൾ തന്നെ എഴുതാം. എന്നിട്ട് ലാസ്റ്റ് എന്താണ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് താങ്കിങ് യു സെക്രട്ടറി നേച്ചർ ക്ലബ്ബ് എന്ന് പറഞ്ഞ് ഈ ഒരു സൈഡിലേക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇമെയിൽ. സോ ഏത് ടോപ്പിക്കിൽ ഇമെയിൽ വന്നാലും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ 5 മാർക്കിൽ 2-2.5 മാർക്കൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ നല്ല രീതിയിൽ ലാംഗ്വേജൊക്കെ ഡെവലപ്പ് ചെയ്ത് എഴുതുന്നതിനനുസരിച്ചിരിക്കും. നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്ക് ഒത്തിരി കുട്ടികൾക്ക് വരാറുണ്ട്. എന്നാലും അതിന് ഒരുപാട് മാർക്ക് ടീച്ചേഴ്സ് കളയില്ല. നിങ്ങൾ നല്ല രീതിയിലൊന്ന് എഴുതിയാൽ മതി. ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ പോകരുത്. ഇംഗ്ലീഷാണ്, നമുക്ക് ടൈം ഉണ്ടാകില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ കൂടുതൽ മാർക്കിൻ്റെ ആദ്യം എഴുതാം. എന്നിട്ട് അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറഞ്ഞ മാർക്കിൻ്റെ എഴുതിയാൽ ഷുവറാണ് മിസ് ഉറപ്പ് തരാൻ, നിങ്ങൾക്ക് എന്തായാലും ടൈം ഉണ്ടാകും. മിസ് ആരോടൊക്കെ ഈ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് കൂടുതൽ ടൈം കിട്ടിയെന്നുള്ളത്. അതുകൊണ്ട് ഇത്തവണ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ മാർക്കിൻ്റെ ആദ്യം തന്നെ എഴുതുക. 8 മാർക്കിൻ്റെ ആദ്യം എഴുതുക, ദെൻ 5 മാർക്കിൻ്റെ, ദെൻ 4, 3, 2 ആ ഒരു രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇമെയിൽ എന്ന് പറയുന്നതും ഏത് ടോപ്പിക്കിൽ വേണമെങ്കിലും വരാട്ടോ. അതുകൊണ്ട് ഇന്ന ടോപ്പിക് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ വേറൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു മിസ്റ്റർ ഗുപ്ത മിസ്സസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മിസ്സസ് ക്ലിഫോർഡിന് ഒരു ഇമെയിൽ അയക്കുന്നു. അപ്പോൾ to clifford@gmail.com CC BCC അത് ചുമ്മാ എഴുതിയേക്കാം. ദെൻ സബ്ജക്റ്റ് എഴുതാണ്, ഇന്ത്യയിലേക്ക് റിട്ടേൺ ചെയ്യാണെന്നുള്ള ഒരു സബ്ജക്റ്റ് കൊടുത്തുകൊണ്ട് ഡിയർ മിസ്സസ് ക്ലിഫോർഡ് എന്ന് പറഞ്ഞിട്ട് അതൊരു 3 പാരഗ്രാഫ്സ് ആയിട്ടാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു ഫോമാറ്റ് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ദെൻ അതിനുശേഷം വിത്ത് ലവ് മിസ്റ്റർ ഗുപ്ത എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ അവിടെ തീർന്നു. നിങ്ങൾ ഇമെയിൽ വരയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു ബോക്സ് ആക്കി വരയ്ക്കണം കേട്ടോ.
ഇമെയിൽ എന്ന് പറയുമ്പോൾ ഏത് ടോപ്പിക്കിൽ വേണമെങ്കിലും ചോദിക്കും. ഇവിടെ മറ്റൊരു ഇമെയിൽ തന്നിട്ടുണ്ട്, അതായത് നമുവാന വില്ലേജിൽ നമ്മൾ നടന്നത് കണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങളൊരു ഫ്രണ്ടിനെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഫ്രണ്ടിനോട് ഡിസ്ക്രൈബ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഡിസ്ക്രൈബ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടും ഒരു ഇമെയിൽ ചോദിച്ചാൽ അവിടെ എന്തൊക്കെ നടന്നെന്നുള്ളത് ഈ പറഞ്ഞതുപോലെ 3 പാരഗ്രാഫ്സ് ആക്കി തിരിച്ച് ഈ ഫോർമാറ്റ് കീപ്പപ്പ് ഇത് എഴുതിയാൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിസ് ഈ ഒരു PDF-ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഒരു 5 മാർക്കിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് സ്പീച്ച് എന്ന് പറയുന്നത്. സ്പീച്ചും ഈ പറഞ്ഞതുപോലെ ഏത് ടോപ്പിക്ക് വേണമെങ്കിലും വരാം. ഇപ്പോൾ നിങ്ങൾ ഒരു സ്പീച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ കൊറോണയുമായി ബന്ധപ്പെട്ടിട്ട് അവയർനെസ് കൊടുക്കുന്ന രീതിയിലൊരു സ്പീച്ച് ആകാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങളിപ്പോൾ ആ ഒരു സീക്രട്ട് ടൈറ്റിൽസ് ഓഫ് കണ്ടാവു എന്ന് പറയുന്ന ഇവിടെ തന്നേക്കുന്നുണ്ടില്ലേ, ആ ഒരു സ്റ്റോറി വായിച്ചു. അപ്പോൾ അതിൽ സ്ത്രീകൾ ഫേസ് ചെയ്ത പ്രോബ്ലംസ് ആണ്, പ്രോബ്ലം ഫേസ്ഡ് ബൈ വിമൻ ഇൻ അവർ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സ്പീച്ച് ആകാം, അതിന് കൂടുതൽ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്പീച്ചൊക്കെ ആകാം. സ്പീച്ചിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് തന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയാണ്. ഒട്ടും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് എഴുതാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ആൻഡ് ഓഫ് ദി ഡൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. സ്പീച്ച് എഴുതുമ്പോഴാണെങ്കിലും ഒരുപാട് വലിച്ചു നീട്ടി ഒരു പേജ് കംപ്ലീറ്റ് നിറച്ചെഴുതാതെ പാരഗ്രാഫ്സ് തിരിക്കുക. ചിലർക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകും എവിടെ വെച്ച് പാരഗ്രാഫ് തിരിക്കണമെന്നുള്ളത്. അതൊന്നും വിഷയമല്ല. നമ്മൾ ആ ഒരു നീറ്റ്നെസ്സും അതിൻ്റെ ഒരു സിംപ്ലിസിറ്റിയാണ് ഇംഗ്ലീഷിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ നിങ്ങളെ സഹായിക്കുന്നത്. അതുകൊണ്ട് പാരഗ്രാഫ്സ് തിരിച്ചിട്ട് കാര്യങ്ങൾ എഴുതാം. അപ്പോൾ ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ മിസ് ചെയ്തിട്ടുണ്ട് ഒരു കഥ പോലെ. സോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ സ്പീച്ച് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ സ്പീച്ചിൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എഡ്യൂക്കേഷനെ പറ്റിയിട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കോട്ട്സ് നിങ്ങൾ പഠിച്ചു വെക്കാം. മഹാന്മാർ പറഞ്ഞിട്ടുള്ള കോട്ട്സും കൂടി നിങ്ങൾ സൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം, ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം ഈ ഒരു സ്പീച്ചിൽ. അപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് എഴുതാം. ഇനിയിപ്പോൾ നിങ്ങൾ എഴുതിയേക്കുന്ന ഏതെങ്കിലും സെൻറ്റൻസസ് നിങ്ങൾക്ക് അത്രയും സൂപ്പറാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ പെട്ടെന്ന് ടീച്ചറുടെ നോട്ടം അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഈ കുട്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായാൽ ബാക്കി ഫുൾ വായിക്കാൻ നിൽക്കാതെ നമുക്ക് അവിടെ മാർക്കും തരും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷേ സ്പീച്ച് എഴുതുമ്പോൾ സ്പീച്ച് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൊടുക്കണം, പാരഗ്രാഫ്സ് തിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെയുള്ള കോഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതെല്ലാം എഴുതുക. അതിനുശേഷം താങ്ക് യു പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വേറെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു സ്പീച്ച് എന്ന് പറയുന്നത് ഹസൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്കറിയാലോ, സെറാങ് ഓഫ് റാണാഗഞ്ചിയിലെയാണ്. അപ്പോൾ ആ ഹസനെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മളൊരു ടോക്കിനെ ക്ഷണിക്കുകയാണ്. അതായത് അദ്ദേഹം ഓവർകം ചെയ്തിട്ടുള്ള ഡിഫിക്കൽട്ടീസിനെ എല്ലാം പറ്റിയിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് സ്പീച്ച് ചോദിച്ചാൽ ഹസൻ കൊടുക്കുന്ന രീതിയിൽ സിമ്പിളായിട്ട് പാരഗ്രാഫ്സ് തിരിച്ചിട്ടുള്ള ഒരു സ്പീച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോറി അറിഞ്ഞേ പറ്റുള്ളൂ. ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇൻട്രൊഡക്ടറി സ്പീച്ച് എന്ന് പറയുന്നത് ഈ സ്പീച്ചിൽ പെടും കേട്ടോ. അതെന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പോകുക. അതായത് സേക്രഡ് ടൈറ്റിൽസ് ഓഫ് കണ്ടാവിലേക്ക് ടൂറിസ്റ്റുകൾ വരുമല്ലോ. ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവരെ നമ്മൾ വെൽക്കം ചെയ്തുകൊണ്ട് ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് ഒരു ടൂർ ഗൈഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ചും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോകാം. നിങ്ങളിങ്ങനെ ഒരുപാട് കാണാതെ പഠിക്കുകയല്ല വേണ്ടത്. നമ്മളിങ്ങനെയുള്ള നോട്ട്സ് എല്ലാം വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ എക്സാം ഹാളിൽ വെച്ച് എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടും. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. സിമ്പിളാണ്, ഫോർമാറ്റ് ശ്രദ്ധിച്ചാൽ നമുക്ക് 5 മാർക്കും മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യം തന്നെ പ്രൊഫൈൽ എഴുതുമ്പോൾ അതിനൊരു ടൈറ്റിൽ എന്തായാലും കൊടുത്തിരിക്കണം, പിന്നെ ഒരു ബോക്സിലായിട്ട് വേണം പ്രൊഫൈൽ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ ടൈറ്റിലായിട്ട് കൊടുക്കുക. ഇപ്പോൾ ആരാണോ ആളുടെ നെയിം കൊടുക്കുക, ദെൻ അയാൾ ജീവിച്ച വർഷം, അതുപോലെ തന്നെ ജനിച്ച വർഷം, മരിച്ച വർഷവും കൂടി നമ്മളത് അവിടേക്ക് കൊടുത്തേക്കാം. അത് കഴിഞ്ഞിട്ട് വേണം അയാളെ പറ്റിയിട്ട് എഴുതാൻ. നേരെ ഇന്നൊരു വ്യക്തി ഇന്നാണ് ജനിച്ചത് എന്ന് എഴുതുന്നതിനേക്കാട്ടിലും പകരം അയാളുടെ ആ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നല്ലൊരു റൈറ്റർ ആണെന്നുണ്ടെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് അമേരിക്കൻ റൈറ്റർ ഇന്ന വ്യക്തി ജനിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരു ബിൽഡപ്പ് ചെയ്ത് നമ്മൾ എഴുതുകയാണെങ്കിൽ ഉണ്ടല്ലോ, നോർമലായിട്ട് ഒരു കുട്ടി എഴുതുന്നതിനേക്കാളും കൂടുതൽ മാർക്ക് പ്രൊഫൈലും നമുക്ക് കിട്ടും. അതിനുശേഷം തന്നിട്ടുള്ള കാര്യങ്ങൾ അതേ ഓർഡറിൽ കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ എഴുതാം. നമുക്ക് നോക്കാം, ഒരു സാമ്പിൾ പ്രൊഫൈൽ നോക്കാം. നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ പ്രൊഫൈൽ എഴുതാൻ പറഞ്ഞിട്ട്. മോഡലിൻ്റെ പേപ്പർ നന്നായിട്ട് നോക്കിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നേരെ സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് ബോൺ ഓൺ എന്ന് പറഞ്ഞിട്ട് എഴുതാതെ അദ്ദേഹം ആരായിരുന്നു എന്നൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ദ ഫേമസ് തിയററ്റിക്കൽ ഫിസിസ്റ്റ്
സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് ബോൺ ഓൺ എന്ന രീതിയിലൊക്കെ കുറച്ച് ബിൽഡപ്പ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. ഇവിടെ കണ്ടോ, സ്റ്റീഫൻ ഹോക്കിംഗ് ദ സൂപ്പർനോവ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഹെഡിങ് കൊടുക്കുന്നു, ജനിച്ച വർഷവും മരിച്ച വർഷവും കൊടുക്കുന്നു, അത് കുറച്ചൊന്ന് ബോൾഡ് ആക്കി എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് എഴുതിയേക്കുന്നു നോക്കി, സ്റ്റീഫൻ ഹോക്കിംഗ് ഓൾസോ നോൺ ആസ് എ സൂപ്പർനോവ ഇൻ ദ വേൾഡ് ഓഫ് ഫിസിക്സ് വാസ് ബോൺ ഓൺ എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നേ. ഇത് ശ്രദ്ധിക്കുക, ബോൺ ഓൺ ഡേറ്റ് കൊടുക്കുമ്പോൾ ബോൺ ഓൺ 8th January 1942. ദെൻ ബാക്കി കാര്യങ്ങൾ, ഹി അറ്റൻഡഡ് സെയിൻറ്റ് ആൽബൻ സ്കൂൾ ഇൻ വെസ്റ്റ്ഫോർഡ്ഷയർ, ആ കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ള കാര്യങ്ങൾ ഓർഡറിലാക്കി എഴുതാം. അതൊരൊറ്റ പാരഗ്രാഫ് ആക്കി എഴുതിയെന്ന് വിചാരിച്ചും കുഴപ്പമില്ല, പാരഗ്രാഫ്സ് തിരിക്കണം എന്നില്ല. ഏറ്റവും ലാസ്റ്റ് ഉണ്ടല്ലോ, അദ്ദേഹം മരിച്ചത് ഉണ്ടാകുമല്ലേ, അത് നമ്മൾ നേരെ ഹി ഡൈഡ് എന്ന് എഴുതാതെ ഹി പാസ്ഡ് എവേ ഓൺ എഴുതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതിനുശേഷം വേണമെങ്കിൽ നല്ലൊരു വ്യക്തിക്ക് ആയിരുന്നു, നല്ല ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ലൈൻ അതിലേക്ക് കൂട്ടിച്ചേർക്കാം. ബട്ട് ഹി സ്റ്റിൽ റിമൈൻസ് ഇൻ ദ ഹാർട്ട്സ് ഓഫ് മെനി, റിമൈൻസ് ഇൻ ദ ഹേർട്സ് ഓഫ് മെനി. അതായത് ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു സെൻറ്റൻസ് കൂടി ബിൽഡപ്പ് ചെയ്തിയ ടീച്ചർ ഈ ഒരു ഇത് കാണുമ്പോൾ, ഓ ഈ കുട്ടി നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ പിന്നെ അത് അവിടെ 5 മാർക്ക് തന്നു കഴിഞ്ഞു. ഒരു മാർക്ക് പോലും നമ്മളിവിടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ദെൻ ഇവിടെ മറ്റൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ. മാർട്ടിൻ ലൂതർ കിങ് ദ ഫേമസ് സോഷ്യൽ ആക്ടിവിസ്റ്റ്, കണ്ടോ എന്തെങ്കിലും ഒന്ന് ബിൽഡപ്പ് ചെയ്ത് എഴുതിക്കൊണ്ടാണ് എഴുതുള്ളൂ. ദെൻ ബോൺ ഓൺ 15th January, പ്ലേസ് എഴുതുമ്പോൾ ഇൻ അറ്റ്ലാന്റ, ഇൻ ചേർത്തിട്ട് വേണം പ്ലേസ് എഴുതാൻ. ഇത്രയൊക്കെ കാര്യങ്ങൾ ഒരു പ്രൊഫൈൽ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കൃത്യമായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 5 മാർക്ക് നമുക്ക് അവിടെ കിട്ടും.